നമസ്കാരം. കൊളോണിയൽ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യക്കാരെ പ്രതിനിധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1885 ഡിസംബർ 28-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. സ്വതന്ത്ര സമരത്തിലും സാമൂഹിക പരിഷ്കാരങ്ങളിലും തുടങ്ങി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്ന പല പദ്ധതികൾക്കും തറക്കല്ലിടുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ചേർന്നു. അധ്യക്ഷൻ വോമേഷ് ചന്ദ്ര ബാനർജി. ഇന്ത്യയിലെ ദേശീയ സ്വഭാവമുള്ള ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണമായിരുന്നു അത്. 1884 രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസായി മാറിയത്. ആദ്യം സമ്മേളനം പൂനെയിൽ ചേരാനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും അവിടെ പ്ലാഗ് പൊട്ടിപ്പുറപ്പെട്ടതിനാൽ ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന അലൻ ഒക്ടേവിയൻ ഹ്യൂം വൈസ്രോയി ഡഫറിൻ പ്രഭുവിന്റെ അനുമതിയോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. INCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഹ്യൂം. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സംഘടന പിന്നീട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃസ്ഥാനത്തെത്തുകയായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉരുത്തിരിഞ്ഞ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ കാരണങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾക്കെതിരായ വികാരം വഴിതിരിച്ചുവിടാനുള്ള സ്വാഭാവിക പഴുതായിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസ്. ഇന്ത്യക്കാരുടെ സ്വന്തമായൊരു സംഘടന വൈദേശികാധിപത്യത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് ബ്രിട്ടീഷുകാരും വിലയിരുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ നേതൃത്വം നൽകിയത് ഈ പശ്ചാത്തലത്തിലാണ്. എന്നാൽ കാലക്രമേണ നാനാവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിൽ ചേർത്ത് നിർത്താൻ കോൺഗ്രസിനായി. ദേശീയതയും ദേശീയ വികാരവും തുടക്കം മുതൽ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ആദ്യ വർഷങ്ങളിൽ വിവിധ വിഷയങ്ങളിലെ സംവാദങ്ങളിൽ ഒതുങ്ങിയിരുന്നു കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ. പിന്നീട് അതിന് കൂടുതൽ രാഷ്ട്രീയ സ്വഭാവം കൈവന്നു എന്ന് പറയാം. അപ്പോഴും വിദേശാധിപത്യത്തെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. വൈദേശികാധിപത്യത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിരന്തര ആശയ സംഘടനകളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മിതവാദികളുടെ നേതൃത്വത്തിൽ നിന്ന് തീവ്രവാദികളുടെ നേതൃത്വത്തിലേക്ക് എത്തിയതോടെയാണ് കൂടുതൽ ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകളിലേക്ക് കോൺഗ്രസ് മാറുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരങ്ങൾക്ക് വേറിട്ട മുഖം നൽകുകയായിരുന്നു. ഇത് കോൺഗ്രസിന്റെ ബഹുജനാടിത്തറ വിപുലീകരിച്ചു. വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന രാജ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരത്തെ ആകെ സംശീകരിക്കുന്നതിനും വിവിധ ചിന്താധാരകളെ ഏകോപിപ്പിക്കുന്നതിനും സാധിച്ചു. ഇത് കോൺഗ്രസിന്റെ വിജയമായി മാറുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ആശയധാരകളടക്കം ഇതിൽപ്പെടും. സോഷ്യലിസ്റ്റ് വീക്ഷണകോണുള്ളവർ കോൺഗ്രസിനകത്ത് തന്നെ പ്രത്യേക വിഭാഗമായി പ്രവർത്തിച്ചു. ഈ സ്വാധീനത്തിലാണ് പുത്രികാ രാജ്യ പദവിയിൽ തൃപ്തരായിരുന്ന കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തിലേക്ക് മാറി ചിന്തിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, മോത്തിലാൽ നെഹ്റു, അബ്ദുൽ കലാം ആസാദ്, ഗാന്ധിജി, സരോജിനി നായിഡു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, JP കൃപാലാനി തുടങ്ങിയ പ്രമുഖർ കോൺഗ്രസിന്റെ തലപ്പത്തെത്തി. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയതോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നതിന്റെ ക്രെഡിറ്റും കോൺഗ്രസ് ഏറ്റെടുത്തു. കോൺഗ്രസിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നും സ്വതന്ത്ര ഇന്ത്യയിൽ അത് തുടരേണ്ടതില്ലെന്നുമുള്ള വാദങ്ങളെ തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി 1970കളുടെ അവസാനം വരെ തുടർന്നു. പിന്നീട് സംഘടനാപരമായും ആശയപരമായും ദുർബലമായ അവസ്ഥയിലെത്തി പാർട്ടി. അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തിയെന്ന് പറയാം.